മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ എതിർപ്പ് മറികടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം നടത്തി. എങ്കിലും മേഘനാഥന് ആ പഴയ പ്രേമങ്ങളോ അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളോ ഒന്നും വിട്ടുകളയാൻ താല്പര്യമില്ല. മഞ്ജുവിനെ ഒരു സൈഡിൽ ഭാര്യയാക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ പഴയ ബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം മേഘൻ്റെ എല്ലാ കള്ളക്കളിയും അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, സാഗർ. അയാളും എന്തായാലും തൻ്റെ അതേ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കണ്ണനെ തകർക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷനൊക്കെ കൊടുക്കുന്നു. എന്നാൽ അത് മഹാലക്ഷ്മിയുടെ നന്മ കൊണ്ട് ആ ഒരു പ്ലാൻ പൊളിയുകയും മേഘനും സാഗറും തമ്മിലുള്ള തെറ്റലിനൊക്കെ കാര്യമാകുന്നുണ്ട്. അതിനെ തുടർന്ന് മേഘൻ നല്ലതുപോലെ സാഗറിനെ പഞ്ഞിക്കിടുന്നുണ്ട്. കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് തല്ലുന്ന അതേ സമയത്താണ് മാർക്കോ ഈ മേഘനും സാഗറും തമ്മിലുള്ള അടി കാണുന്നത്. സാഗറിനെ രക്ഷപ്പെടുത്തി മാർക്കോ കൊണ്ടുപോയി. അപ്പോൾ സാഗർ എല്ലാ സത്യങ്ങളും മേഘൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കള്ളക്കളിയും തുറന്നു പറയുന്നുണ്ട്. എന്തായാലും മാർക്കോയ്ക്കിട്ട് നല്ലൊരു പണി തന്നെ മേഘൻ കൊടുത്ത് അതിൻ്റെ കലി മാർക്കോയുടെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് പോലുമില്ല. ആ സമയത്ത് തന്നെ സാഗറിൻ്റെ വായിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് സാഗറിനെയും കൊണ്ട് തന്നെ മേഘനെ തകർക്കാനായിട്ട് മഞ്ജുവിൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറിലേക്ക് മേഘനും മാനസയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന, വളരെ ഹാപ്പിയായിട്ട് ചേർന്ന് നിൽക്കുന്ന സെൽഫി അയച്ചു കൊടുക്കുന്നുണ്ട്. അതേ തുടർന്ന് മഞ്ജുവിൻ്റെ കുടുംബജീവിതം താളം തെറ്റിയെന്ന് തന്നെ പറയാം. അന്നേരം മഞ്ജുവിന് ഭയങ്കര വിഷമമാകുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പറഞ്ഞത് അന്നേ കേൾക്കേണ്ടിയായിരുന്നു, മേഘനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെയുള്ളൊരു വിഷമത്തിൽ മഞ്ജു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം മഞ്ജു മേഘനുമായിട്ട് ഉടക്കി തൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. എന്നാൽ സീമന്തിനിയും സ്വാതിയൊക്കെ ശത്രുക്കൾ മനഃപൂർവ്വം കുടുംബം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കോംപ്രമൈസ് ചെയ്യിക്കാൻ നോക്കുന്നെങ്കിലും അതിലൊന്നും മഞ്ജു അങ്ങോട്ട് അടുക്കുന്നില്ല. കാരണം മേഘൻ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം മഞ്ജു കേട്ടിരുന്നു. മേഘൻ പറഞ്ഞു, ഇതുപോലെ സാഗറെ നീയാണോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഇതേ കണക്ക് ഫോട്ടോ അയച്ചു കൊടുത്തത്? എൻ്റെ കള്ളക്കളിയെല്ലാം മറ്റാരേക്കായും നിനക്കാണ് നന്നായിട്ട് അറിയാവുന്നത്, അപ്പം നിന്നെയാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നത് മഞ്ജു കേട്ടിരുന്നു. അപ്പം മഞ്ജുവിന് ഉറപ്പാവുന്നുണ്ട് ഞാനറിയാത്ത എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇനിയും ഇതിനപ്പുറം ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കമലേശ്വരം വീട്ടിലേക്ക് മഞ്ജു പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് കയറി വരുന്നത് കണ്ടപ്പോഴേ ദുർഗാമ്മയ്ക്കും കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ കാര്യം മനസ്സിലാവുന്നു. എന്തായാലും മഞ്ജു അവിടെ ഉടക്കി തെറ്റിപ്പിരിഞ്ഞു വരുവാണെന്ന്. കാരണം വിവാഹ സമയത്ത് മഞ്ജു കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും പെട്ടിയും എല്ലാം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. മഞ്ജുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം സന്തോഷത്തോടല്ല കയറി വരുന്നതെന്ന്. മഞ്ജുവിനോട് കാര്യം തിരക്കുന്നുണ്ട് ദുർഗാമ്മയും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാം. കാരണം മഞ്ജുവിൻ്റെ മുഖം അത്രയും കരഞ്ഞു തളർന്നിരുന്നു. എന്തായാലും മാർക്കോ പണി തുടങ്ങിയിട്ടുണ്ട്. മേഘൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതയ്ക്കുമുള്ള പ്രതിഫലം മാർക്കോ എണ്ണി തീർക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് പടിയാണ് ഇപ്പോൾ സാഗറിനെയും കൊണ്ട് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ച മാനസയുടെയും മേഘനും തമ്മിലുള്ള സെൽഫി. ഇതിന് പിന്നാലെ ഇനി മേഘൻ ഒരു കുഞ്ഞുണ്ടെന്നും ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്കും ദുർഗാമ്മയും മഞ്ജുവൊക്കെ മിക്കവാറും വാമേട്ടനെയും മേഘനെയും എല്ലാവരെയും അടിച്ച് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതേ തുടർന്ന് കരുണയെ അവിടെ നാണം കെടുന്നുണ്ട്. കാരണം കണ്ണനെയും മഹാലക്ഷ്മിയെയും വെല്ലുവിളിച്ച് നടത്തിയ കല്യാണമായിരുന്നു, അവരുടെ താല്പര്യപ്രകാരം നടത്തിയ കല്യാണമായിരുന്നു. അത് ഇത്രയും പെട്ടെന്ന് താളം തെറ്റിയെന്ന് അറിയുമ്പോൾ അവിടെ കരുണയ്ക്കും ഒരു ക്ഷീണം ഉണ്ടാവുന്നു. സ്വന്തം ആഭരണങ്ങൾ വരെ ഊരിക്കൊടുത്ത് മഞ്ജുവിനെയും ദുർഗാമ്മയും ഉണ്ണിയൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തിയ ആ കരുണയുടെ ആ ഒരു ക്രെഡിറ്റ് എല്ലാം മാറുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ബന്ധത്തിന് വേണ്ടിയിട്ടായിരുന്നോ സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്തെന്നുള്ള രൂപത്തിൽ. ഇനി കരുണയും മഞ്ജുവും തമ്മിൽ തെറ്റുമോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ സംശയം. കാരണം മേഘനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചല്ലേ മഞ്ജു നിൽക്കുന്നത്. ഇനി മഞ്ജു ഈ വീട്ടിൽ നിന്ന് പോത്തില്ലേ എന്നുള്ളൊരു ടെൻഷനിൽ ഇനി മഞ്ജുവിനെയും കൂടി സഹിക്കേണ്ടി വരുമോ ആ ഒരു രൂപത്തിനൊക്കെ കരുണയും മഞ്ജുവും കൂടി ഇനി പോരിന് തുടക്കം കുറിക്കുമോ എന്ന് അറിയത്തില്ല. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.